മഴക്കാലമായാൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഒരു വിനോദവും അതുപോലെ തന്നെ വ്യായാമവും കൂടിയാണ് കുളങ്ങളിലും ജലാശയങ്ങളിലും ഒക്കെ കുളിക്കുക എന്നത്. ഇപ്പോൾ ഒഴിവു ദിവസങ്ങളിൽ കുളങ്ങളിലൊക്കെ കുട്ടികളുടെ തിരക്കാണ്. എന്നാൽ ഇനി കുട്ടികളെ കുളങ്ങളിലേക്ക് കുളിക്കാൻ വിടുമ്പോൾ മാതാപിതാക്കൾ ഇതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ദിവസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് ഫെറോക്കിൽ ഒരു പൊതുക്കുളത്തിൽ കുളിച്ച 12 വയസ്സുകാരൻ അപൂർവമായ ഒരു രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണെന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ അസുഖം ആർക്കും എപ്പോൾ വേണമെങ്കിലും പിടിപെടാമെന്നതാണ് യഥാർത്ഥ വസ്തുത. അതിനാൽ തന്നെ നമ്മുടെ മാതാപിതാക്കൾ ഇത് ഗൗരവമായി തന്നെ കാണണം. 12-കാരന് രോഗം സ്ഥിരീകരിച്ചതോടെ പ്രദേശത്തെ ജലാശയങ്ങളിൽ ക്ലോറിനേഷൻ ഉൾപ്പെടെ നടത്തി ആരോഗ്യവകുപ്പ് മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഈ കുളത്തിൽ കുളിച്ചവരുടെ വിവരങ്ങളും ശേഖരിച്ചു വരുന്നുണ്ട്. ദിവസേന 100 കണക്കിന് ആളുകളാണ് ഈ പൊതുകുളത്തിൽ കുളിക്കാനായി എത്തിയിരുന്നത്. മലപ്പുറം ജില്ലയിൽ നിന്ന് ഉൾപ്പെടെ നീന്തൽ പരിശീലിക്കാനും കുളിക്കാനുമായി നിരവധി ആളുകളാണ് ഇവിടെ എത്താറുള്ളത്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ പരിശോധനാ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതോടെ കുട്ടിക്ക് ബാധിച്ചിരിക്കുന്നത് അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പൊതുകുളത്തിൽ കുളിച്ച 6 ദിവസത്തിനു ശേഷമാണ് കുട്ടിക്ക് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. പനി, ഛർദി, തലവേദന, ബോധക്ഷയം തുടങ്ങിയവ ഉണ്ടായതിനെ തുടർന്ന് കുട്ടിയെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ആഴ്ചകൾക്ക് മുൻപെയാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കണ്ണൂർ സ്വദേശിയായ 13-കാരി മരണമടയുന്നത്. സമീപകാലത്ത് ഇത്തരം കേസുകൾ അടുപ്പിച്ച് റിപ്പോർട്ട് ചെയ്തതിനാൽ പൊതുജനങ്ങളും ഡോക്ടർമാരും ഇതേക്കുറിച്ച് അവബോധം പുലർത്തണമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെ വെള്ളം കെട്ടിനിൽക്കുന്ന എല്ലാ ജലസ്രോതസ്സുകളിലും ഇത്തരം അമീബ കാണപ്പെടാം. അതുപോലെ തന്നെ കഴിഞ്ഞ മാസമാണ് ഇതേ അസുഖം ബാധിച്ച് ചികിത്സയിലായിരുന്ന 5 വയസ്സുകാരി മരണപ്പെടുന്നത്. മലപ്പുറം കടലുണ്ടിപ്പുഴയിൽ നിന്നാണ് 5 വയസ്സുകാരിക്ക് വൈറസ് ബാധയേറ്റതെന്നാണ് സംശയം. മുന്നിയൂർ സ്വദേശിയായ പെൺകുട്ടി വീടിന് സമീപത്തെ കടലുണ്ടിപ്പുഴയിൽ വേനലിൽ വറ്റി വരണ്ട് കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കാനിറങ്ങിയിരുന്നു. 5 ദിവസത്തിന് ശേഷം കടുത്ത തലവേദനയും പനിയുമായി കുട്ടിയെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രോഗം ഗുരുതരമായതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. നട്ടെല്ലിൽ നിന്നും സ്രവമെടുത്ത് പരിശോധിച്ചപ്പോഴാണ് അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് കുട്ടിക്ക് സ്ഥിരീകരിക്കുന്നത്.